ഹായ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിയമമാണ് ദി ലോ ഓഫ് അട്രാക്ഷൻ. ദി ലോ ഓഫ് അട്രാക്ഷന് മറ്റൊരു സുപ്രധാനമായ പേരും കൂടിയുണ്ട്. അതാണ് ദി ലോ ഓഫ് റേഡിയേഷൻ ആൻഡ് അട്രാക്ഷൻ, അതായത് പ്രസരണത്തിന്റെയും ആകർഷണത്തിന്റെയും നിയമം എന്നുള്ളത്. ഈ ഒരു ടേമിനെ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന അനുഭവങ്ങളെയും തന്നെയും വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ കഴിയും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഊർജത്തിന്റെ പ്രഭാവം ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു എനർജിയുടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നൽകുന്ന ഈ ഒരു എനർജിയുടെ പ്രസരണത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും ആകർഷിപ്പിക്കപ്പെടുകയും സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു എനർജിയുടെ തോതിനെയാണ് നമ്മൾ വൈബ്രേഷൻ ഓഫ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ എപ്പോഴും ഓരോ മനുഷ്യരും അവരുടെ ഉള്ളിൽ നിന്ന് ഒരു എനർജിയുടെ പ്രസരണം നിരന്തരമായി ഈ പ്രപഞ്ചത്തിന് നൽകുന്നുണ്ട്. ഈ ഒരു എനർജിയുടെ പ്രസരണത്തിന്റെ തോത് ഉയർന്ന രീതിയിൽ, നല്ല ഉയർന്ന വൈബ്രേഷണൽ രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ജീവിതാനുഭവങ്ങളായിരിക്കും ഓരോ മനുഷ്യനും ഉണ്ടാകുന്നത്. അതേസമയം നമ്മൾ നൽകുന്ന ഈ ഒരു എനർജിയുടെ തോതിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ലോ വൈബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് വളരെ താഴ്ന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടേറിയ ജീവിത സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ബുദ്ധിമുട്ട് തരുന്ന ആളുകളെയും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ദി ലോ ഓഫ് അട്രാക്ഷനെ ദി റേഡിയേഷൻ ആൻഡ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനർജിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യപ്പെടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രസരിക്കുന്ന എനർജിയുടെ ആ ഒരു തോത് ഉയർന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് വരാനും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യത പല മടങ്ങായിട്ട് വർദ്ധിക്കും. അതേസമയം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അഫർമേഷൻ ചെല്ലുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സമയത്തുള്ള എനർജിയുടെ തോത് താഴ്ന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ അക്കാര്യം നടക്കാനുള്ള സാധ്യത കുറയുകയോ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയോ ചെയ്യും. അല്ലെങ്കിൽ അത് നടക്കുമെന്നുള്ള തോന്നലുണ്ടാക്കിയിട്ട് തട്ടിമാറി പോവുകയൊക്കെ ചെയ്യും. ഇത് ഒഴിവാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എനർജിയുടെ തോത് എപ്പോഴും ഉയർന്നു നിൽക്കുന്ന കാര്യം ഉറപ്പുവരുത്തണം. നമ്മുടെ എനർജിയുടെ തോത് ഉയർന്നു നിൽക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് മനസ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസുകളെ കുറിച്ച് എപ്പോഴും നമ്മൾ പ്രാധാന്യത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനുള്ളത്, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിന്റെ ഒരു അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ നന്ദിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കൂടുതൽ കാര്യത്തിന് വേണ്ടി, അതിന്റെ വലിയ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ. അതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാചകമാണ് പ്രപഞ്ചമേ നന്ദി ഇനിയും കൂടുതൽ നൽകിയാലും. പ്രപഞ്ചമേ നന്ദി ഇനിയും കൂടുതൽ നൽകിയാലും. ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരുടെ വിശ്വാസപ്രകാരം ആരാധിക്കുന്ന ദൈവശക്തിയാണ്. ഇനി അങ്ങനെ ഒരു വിശ്വാസമില്ലെങ്കിൽ യൂണിവേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, പ്രപഞ്ചം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ പറയുക പ്രപഞ്ചമേ നന്ദി ഇനിയും കൂടുതൽ നൽകിയാലും. ഇതെന്തുകൊണ്ടാണ് ഈ വാക്കുകൾ ഇത്രയും പവർഫുൾ ആകുന്നതെന്ന് പറഞ്ഞാൽ, ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ, നമ്മൾ നിലവിലുള്ള അവസ്ഥയെ നോക്കി പരാതിപ്പെട്ടുകൊണ്ടാണ് അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ അക്കൗണ്ടിലുള്ള പൈസ നോക്കിയിട്ട് വിഷമിച്ചിട്ട് അയ്യോ ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇതുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കും, EMI എങ്ങനെ അടയ്ക്കും എന്നൊക്കെ ആലോചിച്ച് ടെൻഷനായി കൂടുതൽ പൈസ തരണമേ എന്ന് ആഗ്രഹിക്കുന്നതും, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള നിലവിലുള്ള ഇഷ്യൂസിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വല്ലാതെ വിഷമിച്ചുകൊണ്ട് ഇതൊന്ന് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും, അല്ലെങ്കിൽ നിലവിലുള്ള അസുഖത്തെക്കുറിച്ച് അസ്വസ്ഥപ്പെട്ടുകൊണ്ടും ഭയന്നുകൊണ്ടും ഒക്കെ അതൊന്ന് സുഖപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും, നിലവിലെ ജോലിയിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിരന്തരമായി പരാതിപ്പെട്ടുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു അസൂയ പോലുള്ള വികാരങ്ങളൊക്കെ വെച്ചുകൊണ്ട് സ്വന്തം ജീവിതം കൂടി അതുപോലെ ആക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും ഒക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജിയുടെ അല്ലെങ്കിൽ താഴ്ന്ന തരത്തിലുള്ള എനർജിയുടെ ബ്രോഡ്കാസ്റ്റിംഗ് നൽകിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന
വികാരങ്ങൾ ദേഷ്യത്തിന്റെയും സങ്കടത്തിന്റെയും അസൂയയുടെയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയാകും നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് അനുസരിച്ചുള്ള എനർജിക്ക് മാച്ചാകുന്ന ജീവിതാനുഭവങ്ങളാകും തുടർന്നും ജീവിതത്തിൽ ആകർഷിപ്പിക്കുവാൻ നമ്മുടെ ബ്രെയിനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തുള്ള വാക്കുകളല്ല, ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഇമോഷനാണ്, അല്ലെങ്കിൽ വികാരങ്ങളാണ്. ആ വികാരങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും നമ്മൾ തുറന്നു കാണുന്നതും ആ നെഗറ്റീവ് വികാരങ്ങൾക്ക് അനുസരിച്ചുള്ള അവസ്ഥയായിരിക്കും. അതായത് സാമ്പത്തികാവസ്ഥയും റിലേഷൻഷിപ്പും ആരോഗ്യത്തിന്റെ അവസ്ഥയും ഒക്കെ പഴയതുപോലെ തന്നെ തുറന്നു പോകും. അതാണ് ദി ലോ ഓഫ് റേഡിയേഷൻ ആൻഡ് അട്രാക്ഷൻ. നമ്മൾ എന്ത് റേഡിയേറ്റ് ചെയ്യുന്നു അതാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ റേഡിയേറ്റ് ചെയ്യുന്ന എനർജിക്ക് അനുസരിച്ചാണ് നമുക്ക് അട്രാക്ഷൻ സംഭവിക്കുന്നത്. ഇതിനൊരു പ്രതിവിധിയായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അഫർമേഷൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണമെന്ന് പറയാൻ കാര്യം. അത് നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ സമയത്ത് നമ്മുടെ എനർജി ലെവൽ ഉയരാൻ സഹായിക്കും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിലവിലെ ഏതൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണെങ്കിൽ കൂടിയും അതിൽ ഒരു അല്പം നന്മയെങ്കിലും ഉണ്ടാകുമല്ലോ. ആ നന്മ നമ്മൾ കണ്ടെത്തിയിട്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിന് മുകളിൽ കൂടുതൽ നന്മകൾ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വേണ്ടത്ര ഫണ്ട് ഇല്ലാതെ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണെന്ന് കരുതുക. ആ സമയത്ത് ദൈവമേ ഇതൊന്നിനും തികയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിന് പകരം ഒരു നിമിഷം ശാന്തമായിട്ട് ഇങ്ങനെ പറയുക: പ്രപഞ്ചമേ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ പണത്തിന് നന്ദി. ഇന്ന് വരെ എന്നെ സഹായിച്ച ഓരോ രൂപയ്ക്കും നന്ദി. ഈ പണം കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നന്ദി. ഒപ്പം ഇനിയും കൂടുതൽ നൽകിയാലും. ഇവിടെ നിങ്ങൾ റിയാലിറ്റിയെ നിഷേധിക്കുന്നില്ല, അതേസമയം നിങ്ങൾ റിയാലിറ്റിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയാണ്. അതായത് നിലവിലെ ആ ഒരു ഇല്ലായ്മയുടെ ഫീലിംഗ് മാറ്റിയിട്ട് ഒരു അല്പമെങ്കിലും ഉള്ളതിന്റെ ഫീലിംഗ് കൊണ്ടുവരികയാണ്. എന്നിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, പ്രപഞ്ചത്തോട് പറയുകയാണ്, എനിപ്പോൾ ഉള്ളതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, ഇനിയും കൂടുതൽ സ്വീകരിക്കാൻ ഞാനിതാ തയ്യാറാണ്, കൂടുതൽ നൽകിയാലും. നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ നിലവിലുള്ള ഒരവസ്ഥയെ നോക്കിയിട്ട് എനിക്കിത് ഇഷ്ടമല്ല, എനിക്കിതിലും മികച്ചത് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും അസ്വസ്ഥ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ നോക്കുമ്പോൾ അത് ജീവിതത്തിൽ വർക്കാകില്ല. ആ ഒരു ഇഷ്ടമല്ലാത്ത അവസ്ഥ തുടരുകയുള്ളൂ. കാരണം നമ്മുടെ ഉപബോധ മനസ്സിന് മനസ്സിലാകുന്നത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം മാത്രമാണ്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം പറയുമ്പോൾ പരാതിയുടെ വികാരമാണെന്നുണ്ടെങ്കിൽ ആ പരാതിയുടെ വികാരത്തിന് മാച്ചാകുന്ന കാര്യങ്ങളായിരിക്കും അത് തുടർന്ന് ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അതാണ് ആ ഒരു അവസ്ഥ തുടർന്ന് പോകുമെന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ നിലവിലെ അവസ്ഥയ്ക്ക് നന്ദി പറയുമ്പോൾ നമ്മുടെ വികാരം മാറുന്നു, അത് പോസിറ്റീവായി മാറുന്നു. അതാണ് നന്ദിയുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി തരാനുള്ള വഴികൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനും ഈസി ആയിട്ട് കണ്ടെത്തി തരാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം പരാതി പറയുകയാണ്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട്, മറ്റുള്ളവർക്കെല്ലാം നല്ല ബന്ധങ്ങളാണല്ലോ ഉള്ളത്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടാണ് ഈ നിലവിലെ റിലേഷൻഷിപ്പ് ഒന്ന് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുന്നത് നമ്മുടെ ആ സമയത്തെ സങ്കടത്തിന്റെയും പരാതിയുടെയും വികാരങ്ങളായിരിക്കും. അതിന് മാച്ചാകുന്ന സാഹചര്യങ്ങൾ തുടർന്നും ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. പകരം ചെയ്യാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ നിലവിലെ ജീവിതത്തിലേക്ക് നോക്കൂ. അവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവുമല്ലോ, നിങ്ങളെ ഒരല്പമെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്തെങ്കിലും ഉണ്ടാവുമല്ലോ, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു കുടുംബാംഗങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ആ നിലവിൽ റിലേഷൻഷിപ്പ് മോശമായ വ്യക്തികൾക്ക് കുറച്ചെങ്കിലും നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കാരണം കൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാൻ. അപ്പൊ ഇങ്ങനെ പറയുക: പ്രിയപ്പെട്ട പ്രപഞ്ചമേ, ഇന്ന് വരെ എന്നെ പിന്തുണച്ച, സ്നേഹിച്ച, പരിപാലിച്ച ഓരോ വ്യക്തിക്കും നന്ദി. എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള സ്നേഹത്തിനും ബന്ധങ്ങൾക്കും നന്ദി. ഇനിയും കൂടുതൽ നൽകിയാലും. ഇവിടെ ആ ഷിഫ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് തീരെ സ്നേഹം കിട്ടുന്നില്ല എന്ന പരാതിയിൽ നിന്ന് എനിക്കിപ്പോ സ്നേഹമുണ്ട്,
അതിനെനിക്ക് നന്ദിയുണ്ട്. ഇനിയും കൂടുതൽ സ്നേഹം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ പ്രപഞ്ചത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഇനി നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാം ശരിയായി കൊള്ളണമെന്നില്ല. എങ്കിലും നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് അതിൽ കണ്ടെത്താൻ കഴിയില്ലേ? നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങൾക്ക് നടക്കാനുള്ള കഴിവ്, നിങ്ങൾക്ക് ശ്വാസം വിടാൻ കഴിയുന്നത്, നിങ്ങളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്ന ശരീരം, ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേൽക്കാൻ കഴിഞ്ഞ ആ ഒരു അനുഗ്രഹം, ഇതിനൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി ഫീൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുക: പ്രപഞ്ചമേ, എനിക്കിപ്പോഴുള്ള ഈ ആരോഗ്യത്തിന് നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നന്ദി. എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾക്കും, എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ സുഖപ്പെടലിനും, ഈ ശരീരം എനിക്ക് നൽകുന്ന സേവനങ്ങൾക്കും നന്ദി. ഒപ്പം ഇനിയും കൂടുതൽ നൽകിയാലും. നിങ്ങൾ നിങ്ങളുടെ കുറവുകളിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഉള്ള നന്മകളിലേക്ക് നോക്കി അതിന് നന്ദി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഈ പ്രാക്ടീസിന്റെ ഹൃദയവും. ഇവിടെ വെറുതെ നന്ദി പറയാൻ വേണ്ടി നന്ദി പറയുകയല്ല, കുറച്ചെങ്കിലും ഉള്ളതിലേക്ക് നോക്കിയാണ് നന്ദി പറയുന്നത്. അപ്പോ ആ ഉള്ള അവസ്ഥയെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യും, നമ്മൾ റേഡിയേറ്റ് ചെയ്യും, പ്രസരിപ്പിക്കും. അപ്പോ പ്രപഞ്ചം ആ ഉള്ള അവസ്ഥയെ അട്രാക്ട് ചെയ്തു തരും. അതാണ് റേഡിയേഷൻ ആൻഡ് അട്രാക്ഷൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നു മുതൽ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തൃപ്തിയില്ലായ്മയുടെ, ഒരു പോരായ്മയുടെ ഫീലിംഗ് ഉണ്ടെങ്കിൽ ഓർക്കുക, ആ ഫീലിംഗ്, ആ ഒരു അവസ്ഥയെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. പകരം നമ്മൾ എപ്പോഴും ചിന്തിക്കാനുള്ളത്, ഇപ്പോ എനിക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി, ഒപ്പം ഇനി കൂടുതൽ നൽകിയാലും. എൻ്റെ ജീവിതം ഞാൻ ഉദ്ദേശിച്ചതുപോലെ എത്തുന്നില്ലല്ലോ എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ ഒരു നിമിഷം നിർത്തിയിട്ട് ചിന്തിക്കുക: ഇപ്പോൾ ഉള്ളതിന് ഹൃദയം നിറഞ്ഞ നന്ദി, ഇനിയും കൂടുതൽ നൽകിയാലും. അതുപോലെ എൻ്റെ ജീവിതം ഞാൻ ഉദ്ദേശിച്ചതുപോലെ എത്തുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടുന്ന നിമിഷത്തിൽ ഒരു നിമിഷം ചിന്തിക്കുക: ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാത്തിനും നന്ദി, ഒപ്പം ഇനിയും കൂടുതൽ നൽകിയാലും. ഇതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നും വേണ്ടെന്നോ നമ്മൾ പ്രവർത്തിക്കുന്നത് നിർത്തണമെന്നോ അല്ല, ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവഗണിക്കണമെന്നോ അല്ല. മറിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗമായി, നിങ്ങളുടെ ഐഡന്റിറ്റിയായി മാറാൻ നിങ്ങൾ അനുവദിക്കരുത്. ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ വളരെ സൂക്ഷ്മമായ തലത്തിലാണ് മാറ്റങ്ങൾ വരുത്തുന്നത്. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യത്തോട് ഫൈറ്റ് ചെയ്തുകൊണ്ടല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള ജീവിത സാഹചര്യത്തെ സൃഷ്ടിച്ചെടുക്കേണ്ടത്. നിലവിലെ ജീവിത സാഹചര്യങ്ങളോട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വേണം ഒരു മികച്ച ജീവിതാവസ്ഥയിലേക്ക് നീങ്ങേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇന്ന് ഞാൻ തന്ന ഈ ഒരു പവർഫുൾ പ്രാക്ടീസ് നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പറയുക: പ്രപഞ്ചശക്തിക്ക്, ദൈവശക്തിക്ക് നന്ദി, ഇനിയും കൂടുതൽ നൽകിയാൽ. നിങ്ങൾക്ക് പണം ലഭിക്കുമ്പോഴെല്ലാം പറയുക: പ്രപഞ്ചശക്തിക്ക് നന്ദി, ഇനിയും കൂടുതൽ നൽകിയാലും. ആരെങ്കിലും നിങ്ങളോട് സ്നേഹവും കെയറിങ്ങും കാണിക്കുമ്പോഴും പറയുക: പ്രപഞ്ചശക്തിക്ക് നന്ദി, ഇനിയും കൂടുതൽ നൽകിയാലും. നിങ്ങളുടെ വീടിനെ, ജീവിതത്തെ എല്ലാം നോക്കിയിട്ട് പറയുക: പ്രപഞ്ചമേ നന്ദി, ഇനിയും കൂടുതൽ നൽകിയാലും. അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും മനോഹരമായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് സ്ഥിരം ശ്രദ്ധിക്കാതെ ഉടനെ അടുത്ത കാര്യങ്ങളിലേക്ക് ഓടാതെ തീർച്ചയായിട്ടും കിട്ടിയ അനുഗ്രഹത്തെ നന്നായിട്ടൊന്ന് കാണാനും, അതൊന്ന് അനുഭവിക്കാനും, അതൊന്ന് വിലമതിക്കാനും, അതിന്റെ ആ ഒരു സമൃദ്ധിയെ ഒന്ന് ഫീൽ ചെയ്യാനും, ആ അനുഗ്രഹത്തെ മനസ്സുകൊണ്ടെടുത്ത് നന്നായിട്ടൊന്ന് ആസ്വദിക്കാനും നമ്മൾ ശീലിക്കണം. കാരണം പലപ്പോഴും നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് നമുക്ക് പ്രപഞ്ചം തരുന്നതിനെ വിലമതിക്കാതെ ഇല്ലാത്തതിനെ കുറിച്ച് മാത്രം സങ്കടപ്പെടുന്നത് കൊണ്ടാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ചെറിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടുമ്പോഴും അതിൽ സന്തോഷിക്കാനും അതിനെ വിലമതിക്കാനും ഉള്ള സമയം നമ്മൾ പ്രത്യേകം കണ്ടെത്തണം. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ദി ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിലെ ദി റേഡിയേഷൻ ആൻഡ് അട്രാക്ഷൻ എന്ന ടേമിനെ കുറിച്ച് കൂടി എപ്പോഴും ഓർക്കുക. നമ്മൾ ജീവിതത്തിന്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ ആ വാക്കുകൾ മാത്രമല്ല, ആ സമയത്ത് നമ്മുടെ ഉള്ളിലെ വികാരം, നമ്മൾ എന്താണ് റേഡിയേറ്റ് ചെയ്യുന്നത് എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക, ചിന്തിക്കുക, ചോദിക്കുക: വാട്ട് ആം ഐ റേഡിയേറ്റിംഗ് നൗ? ഞാൻ ഇപ്പോഴെന്താണ് പ്രസരിപ്പിക്കുന്നത്?
ഞാൻ ഭയമാണോ പ്രസരിപ്പിക്കുന്നത്, ഇല്ലായ്മയാണോ, നിരാശയാണോ, അതോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അല്പമെങ്കിലും ഉള്ളതിനെ കുറിച്ചുള്ള നന്ദിയുടെ വികാരമാണോ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് പ്രസരിക്കുന്നത് എന്ന് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നന്ദിയുടെയും സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വികാരം ആ സമയത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ഉള്ളിൽ കൊണ്ടുവരാൻ നമ്മൾ കരുതിക്കൂട്ടി ശ്രമിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി മാറും. അങ്ങനെ നിങ്ങൾ ജീവിതത്തെ കാണുന്ന രീതി മാറുമ്പോൾ ജീവിതം നിങ്ങളെ തിരിച്ചു കാണുന്ന രീതിയും മാറും. അതുവരെ കാണാത്ത അവസരങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും, പല അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും. അതുകൊണ്ട് ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് നമ്മൾ തീർച്ചയായിട്ടും മാറ്റുക. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല ഈ ഒരു പർട്ടിക്കുലർ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മൾ ജീവിതത്തിന്റെ യാത്രയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ, സ്നേഹങ്ങൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരു നിമിഷം നമ്മൾ നിന്നിട്ട് പറയുക, നന്ദി പ്രപഞ്ചമേ, ഇനിയും കൂടുതൽ നൽകിയാലും. തീർച്ചയായിട്ടും ഈ അറിവ് എല്ലാവരും നന്നായി പ്രയോജനപ്പെടുത്തുക, ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുക. ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റായി നിങ്ങൾക്ക് ചോദിക്കാം. മറ്റഭിപ്രായങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എല്ലാവർക്കും ജീവിതത്തിൽ വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.